ഒന്നുമില്ല. ഈ നാട്ടിൽ വലുതാവും. മഴയുണ്ടായിട്ടില്ലല്ല, കർക്കിടക മാസം മഴയേ ഇല്ല. അപ്പോൾ ഈ കണ്ട വ്യക്തി ചില്ലറക്കാരനല്ല. ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുസ്തഫ. ഈ ഊഞ്ഞാലാടുന്ന കുട്ടി മുസ്തഫയുടെ കൊച്ചുമകളാണ് കേട്ടോ. അതായത് 69 കിലോ ഉണ്ടായ ചേനയുടെ മുകളിൽ ഇരുന്നിട്ടാണ് ഊഞ്ഞാലാടുന്നത്. അപ്പോൾ മുസ്തഫയെ കാണാൻ വേണ്ടി പോയ സമയത്താണ് നമുക്കൊരു സ്നേഹസമ്മാനമായിട്ട് അദ്ദേഹം ഒരു ചേന തന്നത്. സോ അതുകൊണ്ടുള്ളൊരു വിഭവമാണ് ഇന്ന് നമ്മൾ മോറൽ ഫാമിംഗ് ഹബിൽ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നുമില്ല, മുസ്തഫയ്ക്കയുടെ ചേനയാണ്. നമ്മളിന്ന് മുസ്തഫയ്ക്കടുക്ക പോയി ചേന കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. 69 കിലോ ഉള്ള ചേന ഇതല്ല കേട്ടോ, അത് വേറെ ചേനയുണ്ട്. അത് എക്സിബിഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 115-120 കിൻഡൽ ചേന വിളവെടുത്ത കർഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം സ്നേഹസമ്മാനമായിട്ട് തന്ന ചേനയാണ്. അപ്പോൾ ശരിക്കും കർഷകരുടെ അടുത്ത് വെറുതെ വാങ്ങിക്കൂടാന്നാണ് പറയാറ്. പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം സ്നേഹസമ്മാനമായിട്ട് തന്ന ഒരു ചേന. അപ്പോൾ അത് വെച്ചിട്ടൊരു വിഭവമാണ് ഇന്ന് മോറൽ ഫാമിങ്ങിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഇരിട്ടിയിലുള്ള ആർലം ഫാമിലുള്ള ഒരു അമ്മൂമ്മ തന്ന ഒരു പ്രിപ്പറേഷനാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ചേനക്കൊരു പ്രത്യേകതയുണ്ട്. ചില ആൾക്കാർക്ക് ചൊറിയും. എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല സാധാരണ. സോ ഏതായാലും ശരിയായിട്ട് തുടങ്ങിയേക്കാം. ഇത് ഈ വർഷത്തെ ചേന തന്നെ ആയതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ഏതായാലും അധികം വേവൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം നല്ല സോഫ്റ്റാണ്. കാരണം നല്ല സോഫ്റ്റ് തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. കട്ട് ചെയ്യാൻ ഗടാഗടിയനായിട്ടില്ല കൊടുക്ക്. അവൻ്റെ ആരോഗ്യം ഒന്നും നോക്കട്ടെ. സഹായിക്കാൻ ഇപ്പോഴും ആൾക്കാർ ആവശ്യം കണ്ട നീ എന്ത് ആകെ 10 സിനിമ ഇട്ട് ചെയ്യും. ഒരു പ്രോഗ്രാം നടത്തിയ ആൾക്കാരെ കുറച്ച് കയറ്റിയില്ല അവരെ. ഐറ്റംസ് എല്ലാം കണ്ടുകഴിഞ്ഞാൽ ആമയുടെ ഫ്രണ്ട് ഭാഗം മാത്രം. പണി കിട്ടി പോനെ, പണി കിട്ടി. ഗേസ് അടിപൊളി. ഇവിടെ കടന്നലാന്ന് തോന്നറാ. ഒരു കാര്യം ചെയ്യ്, മറ്റേ ഇത് പറിക്കും. മഞ്ഞൾ നോക്കാം. മഞ്ഞൾ വേണ്ടപ്പോ മറ്റേ ഇതില്ല നമ്മളെ എടുക്കാം അല്ലേ? ഓക്കെ. നല്ല കടച്ചിലെടുക്കുന്നുണ്ട്. സ്വർഗം കാണുന്നു. മാമാ സ്വർഗം. അത് ചെറിയ കടന്നില്ലേ, അതാണ് നല്ലോണം കയറിയിട്ടുണ്ട്. എൻ്റെ സൂചി ഉണ്ട് കളഞ്ഞു. സൂചി പോയി. ഓക്കെ. അല്ല, കൂടെ കുറച്ച് മഞ്ഞളും കൂടി ആക്കാം. എന്നാലും അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുക. മഞ്ഞളോ എല്ലാം നാടൻ ചികിത്സയിൽ നടക്കട്ടെ. ഇതിടെ വെക്കട്ട് ചിക്കാസാറ്റും. ഇത് മതിയോ? സോഫ്റ്റിലെ സാധനം കേട്ടോ.
ചെയ്തോ. ഇത് ഈ വിഭവത്തിൻ്റെ കൂടെ ഇല്ലല്ലോ കേട്ടോ, ഇത് എക്സ്ട്രാ സ്പെഷ്യലാണ് അല്ലേ, ഇത് എക്സ്ട്രാ ആണ്. പൊള്ളുന്ന് മഞ്ഞൾ ഇങ്ങനെ ഉണ്ടാവും. കൈ മുഴുവൻ മഞ്ഞ കളറായിരിക്കും എൻ്റെ. മഞ്ഞ കളറിൻ്റെ അല്ല, നല്ല ഒരു നീറ്റല്. ഇപ്പോൾ ശരി. നല്ല വേദനയുണ്ട്. വേദനയല്ല, നേരെ കടച്ചിലല്ലേ? കടച്ചിലുണ്ട്. ഓക്കെ, ഏതായാലും ഇതിൻ്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. കുക്കർ പൊട്ടി തെറിക്കുവാ. ഈ പുഴുങ്ങാൻ ആവശ്യമായത്ര വെള്ളം വേണം, അതുപോലെ ഉപ്പ് വേണ്ട, അത്യാവശ്യം വെള്ളം. ശരിക്കും മഞ്ഞളുടെ ആവശ്യമില്ല, അപ്പോൾ നമ്മൾ എൻ്റെ ഇടയിൽ മഞ്ഞൾ കളിച്ച കൊണ്ട് ഒരു കഷ്ണം മഞ്ഞളും ഇട്ട് കൊടുക്കാം. എടുക്കാം. ഇട്ടോ, ആവശ്യത്തിന് കല്ലുപ്പ് ഇടുക, വേറെ ഒന്നും ചേർക്കണ്ട. ഒരു വിസിൽ വരിക, ആദ്യം നല്ല ചൂടിൽ ഒറ്റ വിസിൽ വന്നാൽ മതി. ഇട് അതുപോലെ മറ്റോടെ വരുന്നു. ഇടിക്കടാ, ഇടിച്ച് കൊല്ലടാ ആ പറങ്ങീനെ. സെറ്റായി. കുറച്ച് ഓ നല്ല പൂ പോലെ കയറുന്നുണ്ട്. നന്നായി വന്നിന് അതിൽ ഹൽവ പീസ് പോലെ ഉണ്ടല്ലോ. കുറച്ച് കുറവാ, സംശയം ഉണ്ടായി. യെസ്, വെക്കണോ? എങ്ങനെയാ നീ അട്ടടിക്കില്ലേ? കുറച്ച് കുറവാണ്, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏത് എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പറ്റില്ല.
എനിക്ക് തോന്നുന്നു കുറച്ച് ഉപ്പ് ഒത്തിരി കുറവായിരുന്നു, പക്ഷേ നമ്മൾ ഈ ചമ്മന്തിയിൽ കറക്റ്റായി വന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സാധനം കയറ്റി അടിക്കുക, നല്ല തന്നെ ടേസ്റ്റ് വരും. ഒരു ഉള്ളി എടുത്തിട്ട് മുകളിൽ വെക്കാം. ശേഷം സൂപ്പർ സാധനം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചേന പൊഴിക്കുന്നത് കഴിക്കുന്നത് അല്ലേ? ഇതുവരെ ഇങ്ങനത്തെ സാധനം ഞാൻ കഴിച്ചിട്ട് ആദ്യമായിട്ട് കഴിക്കുന്നത്. ഞാനല്ല, ഇത് ഞാനും കഴിച്ചത് ഞാൻ ആർലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ജയമോഹൻ സാറിൻ്റെ ഒപ്പം, ഹോപ്പിൽ ജയമോഹൻ സാറിൻ്റെ ഒപ്പം പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ട്രൈബ്, അവരുടെ ഒരു വീടുണ്ടായിരുന്നു. ഒരു ചെറിയ, നമ്മൾ ചെറിയ കുടിൽ എന്നൊക്കെ പറയില്ലേ, പക്ഷെ അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ക്ലാസ് ആണ്. അതിലൊന്നായിരുന്നു ഇത്. ഞാൻ എൻ്റെ റെസിപ്പി ചോദിച്ചു എങ്ങനെയാണെന്ന്. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു, അവരമ്മ. അതുപോലെ ചുണ്ടങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ എന്തൊക്കെയോ. അതുപോലെ കാട്ടിലെ നെല്ലിക്കയില്ലേ, അതിങ്ങനെ ഉണക്കി വെക്കുന്നത്, എന്തോ ഒരു പേരുണ്ട്, നല്ല കറുപ്പ് കളറാ. അതൊക്കെയാണ് എനിക്ക് തന്നത്. കരിനെല്ലിക്ക അതൊക്കെ കാടുള്ള സാധനമാണ്. അപ്പോൾ അവർ കഴിക്കുന്നത് അപ്പോൾ അവരായിരുന്നു ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സാണ്. ഏതായാലും മുസ്തഫക്ക് നന്ദി അല്ലേ? മുസ്തഫക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചേന തരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഏവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക.